ചേട്ടാ നമസ്കാരം. നമസ്കാരം. ലഡാക്കിലെ ജൻസി കലാപമാണ് ഇപ്പോൾ എല്ലായിടത്തും സംസാര വിഷയം എന്ന് പറയുന്നത്. ആ കലാപം അടിച്ചൊതുക്കിയെങ്കിലും അവിടെ നടന്നത് ഒരു ടെസ്റ്റ് ഡോസ് ആണ്. അതായത് ജൻസി കലാപത്തിന്റെ ഒരു ടെസ്റ്റ് ഡോസ് ആണ് എന്നുള്ള കാര്യം ഇപ്പോ നമ്മുടെ ഇന്റലിജൻസ് സംശയിക്കുന്നുണ്ട്. അതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് കൂടുതൽ കൂടുതൽ ഈ ജമ്മു കശ്മീർ മേഖലയിൽ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ പ്രവർത്തിക്കാൻ ആയിട്ട് ഉണ്ടാക്കിയ തീവ്രവാദ സംഘടനകൾ പാകിസ്ഥാനിൽ ഉത്ഭവിച്ച് ബംഗ്ലാദേശിലേക്ക് കുടിയേറി അവിടെ നിന്ന് ജമ്മു കാശ്മീരിലേക്ക് വരാനിരുന്ന തീവ്രവാദ സംഘടനകൾ ഇപ്പോൾ നമ്മുടെ അതിർത്തിയിൽ വന്ന് തമ്പടിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ, അവരുടെ മോഡ്യൂളുകൾ അതിർത്തിയിൽ വന്ന് തമ്പടിക്കുന്നു എന്ന റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വരുന്നു. ലഡാക്കിലെ കലാപത്തിന് നമ്മൾ ഒന്നുകൂടെ ഇഴകീറി പരിശോധിക്കുകയാണെങ്കിൽ ഈ ലഡാക്കിലെ ജൻസി കലാപം സോനം വാങ്ചുക്, ഈ സോനം വാങ്ചുക് ആണ് അമീർ ഖാന്റെ 3 ഇഡിയറ്റ്സ് എന്ന് പറയുന്ന സിനിമയിൽ ഗ്ലോറിഫൈ ചെയ്ത് ജൻസിക്കാർക്കിടയിൽ ഒരു വലിയ ഫാൻ ബേസ് അയാൾക്ക് ഈ ബോളിവുഡ് ഉണ്ടാക്കി കൊടുത്തു. അപ്പൊ ഈ ഒരു ടൈപ്പിൽ കൂടെ നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്തേ മതിയാവും. കാരണം ഈ ബോളിവുഡ് എത്രത്തോളം നമ്മുടെ രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുന്നവർക്ക് ഫേവർ ചെയ്തിട്ടുണ്ട് എന്നുള്ളതിന്റെ ക്ലാസിക് ഉദാഹരണമാണ് ഈ സോനം വാങ്ചുക്കിനെ പോലുള്ള ആൾക്കാർ. ഇപ്പൊ തന്നെ മലയാളത്തിലെ ഒരു പ്രമുഖ നടൻ, ആ പ്രമുഖ നടൻ കഴിഞ്ഞ ദിവസം ഒരു ചർച്ചയല്ല, ഒരു ഡിസ്കഷൻ അല്ലെങ്കിൽ ഒരു ഇന്റർവ്യൂവിലിരുന്ന് വലിയൊരു തള്ളു നടത്തുന്നത് ഞാൻ കണ്ടു. കഴിഞ്ഞ ദിവസം ഞാനൊരു അതിഗംഭീരമായിട്ടുള്ള പടം കണ്ടു. ആ പടത്തിന്റെ പേര് ഡാഷ് ആയിരുന്നു. ആ ഡാഷ് എന്ന് ഞാൻ ചേർത്തത് ആ പടത്തിന് കൂടുതൽ പബ്ലിസിറ്റി കൊടുക്കാതിരിക്കാനാണ്. ആ പടം നിങ്ങൾ കാണണം. ആ പടം എന്ന് പറഞ്ഞാൽ അത് കണ്ട് ഞാൻ ഭയങ്കര സ്പെൽ ബൗണ്ട് ആയിപ്പോയി എന്നൊക്കെയാണ് പറയുന്നത്. വളരെയധികം ഇംഗ്ലീഷൊക്കെ പറയുന്ന ഒരു നടനാണ്, അതുകൊണ്ടാണ് ഈ വാക്കൊക്കെ വരുന്നത്. അപ്പൊ അങ്ങനെ ആയിപ്പോയി, ഇങ്ങനെ ആയിപ്പോയി. അപ്പോ ഈ പടം ഏതാണെന്ന് ഞാനൊന്ന് എടുത്ത് നോക്കി. ഈ പടം എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഒരു ജൻസി കലാപം പ്രോത്സാഹിപ്പിക്കുന്ന പടമാണ്. ഒരു ഭരണകൂടത്തിനെതിരെ ഈ അവിടെയുള്ള കുറച്ച് കുട്ടികൾ തെരുവിൽ കലാപത്തിനായിട്ട് ഇറങ്ങുന്നു. അപ്പൊ ഇതൊന്നും യാദൃച്ഛികമാണ് എന്ന് ഞാൻ ബേസിക്കലി കരുതുന്നില്ല. ഇവരെല്ലാവരും ഒരു വലിയ ഒരു നാണയത്തിന്റെ 2 വശങ്ങളാണ് എന്ന് മാത്രമേ ഞാൻ വിചാരിക്കുന്നുള്ളൂ. നമുക്കറിയാലോ, ബോളിവുഡിന് ദാവൂദുമായിട്ടൊക്കെ ബന്ധമുണ്ടായിരുന്നു എന്ന് പറയുന്ന ഒരുപാട് കാലങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ ഈ ലഡാക്കിലെ ഈ സോനം വാങ്ചുക്ക് പാകിസ്ഥാനിൽ സന്ദർശനം നടത്തിയിട്ടുണ്ട്. അവൻ യൂനിസുമായിട്ട് കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന ഒരു പടം കഴിഞ്ഞ ദിവസം ഈ കലാപം നടന്നപ്പോൾ തന്നെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. യൂനിസുമായിട്ട് എക്സാക്ട്ലി കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന ഒരു പടമാണ് പുറത്തു വന്നത്. അപ്പൊ അത് ഞാൻ കഴിഞ്ഞ ദിവസം ആദ്യമായിട്ടാണ് ആ ഒരു ചിത്രം കണ്ടത്, ഇയാള് യൂനിസുമായിട്ട് കെട്ടിപ്പിടിച്ചിരിക്കുന്ന പടം. അപ്പൊ അത് പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു ഇയാള് ഈ യൂനിസുമായിട്ട് എന്താണ് ബന്ധം. അപ്പൊ ഇതേ ബംഗ്ലാദേശിലെ ഒരു തീവ്രവാദ സംഘടന, അത് ഷെയ്ഖ് ഹസീന ഉണ്ടായിരുന്ന സമയത്ത് അതിനെ അടിച്ചൊതുക്കി ഇട്ടിരിക്കുകയായിരുന്നു. ഉൾഫയെ കുറിച്ചൊക്കെ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്, ഈ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലേക്ക് കയറി വരാൻ ശ്രമിക്കുന്ന. പക്ഷേ ഇതൊരു പുതിയ തീവ്രവാദ സംഘടന. ഈ തീവ്രവാദ സംഘടനയുടെ പേര് ഹുജി, HUJI, ഹുജി. ഈ ഹുജി എന്ന് പറയുന്ന തീവ്രവാദ സംഘടനയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവിടെ ആഗ്രഹിക്കുന്നത് നമ്മുടെ കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ ഈ തീവ്രവാദം വളർത്താനാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഹുജിയുടെ ഫുൾ ഫോം ഹർക്കത്തുൽ ജിഹാദി ഇസ്ലാമി എന്നുള്ളതാണ്. ഇതിനെ പുനരുജ്ജീവിപ്പിക്കുകയാണ് ഇപ്പൊ ബംഗ്ലാദേശ്. ഇതിനെ പുനരുജ്ജീവിപ്പിക്കുക മാത്രമല്ല, ഈ ഹുജിയുടെ ജന്മദേശം പാകിസ്ഥാനായിരുന്നു. അത് അടുത്തൊരു പോയിന്റ് ആണ്. ഇവര് നമ്മുടെ പശ്ചിമ ബംഗാളിന്റെയും ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളെയും ലക്ഷ്യം വെച്ചുകൊണ്ട് ISI ക്രമേണ സംഘടനയുടെ പ്രവർത്തനങ്ങൾ കൊണ്ടുവരുന്നു. ഈ ഹുജി എന്ന് പറയുന്ന സംഘടനയുടെ പ്രവർത്തനങ്ങൾ പാകിസ്ഥാന്റെ ISI വളർത്തിക്കൊണ്ടുവരുന്നു. പോരാത്തതിന് ഇവര് ചെറിയ മോഡ്യൂളുകൾ നമ്മുടെ അതിർത്തിയിൽ തീർക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ ഉണ്ട്. ഇപ്പോ ഈ ജമാഅത്തെ ഹുജിക്ക് അവരുടെ മോഡ്യൂളുകൾ സ്ഥാപിക്കുന്നതിന് ഈ പാകിസ്ഥാന്റെ ISIയും ബംഗ്ലാദേശ് സർക്കാരും സുരക്ഷാ ഗ്യാരണ്ടി നൽകുന്നുണ്ട്. അതാണ് ഇതിൽ ഏറ്റവും വലിയ ഹൈലൈറ്റ് ആയിട്ടുള്ള പോയിന്റ് എന്ന്. അപ്പൊ അതിനിടയിലാണ് ഈ ലഡാക്കിൽ ഇത്തരത്തിലുള്ളൊരു കലാപം ഉയർന്നു വരുന്നത്. അപ്പൊ ഇനി ഇതൊരു ടെസ്റ്റ് ഡോസ് ആണ്. എങ്ങനെ സർക്കാർ ഇതിൽ പ്രവർത്തിക്കുന്നു എന്ന് കാണാനുള്ള ഒരു ടെസ്റ്റ് ഡോസ് ആണെന്ന് എനിക്ക് തോന്നുന്നു. അടുത്ത കലാപം ഉണ്ടാകാൻ പോകുന്നത്, നമ്മൾ ഇത് നേരത്തെയും പറഞ്ഞതാണ്, ഇതൊരു വലിയ ഭീകരമായിട്ടുള്ള ഒരു കലാപമായിട്ട് മാറും. അത് നമ്മുടെ വെസ്റ്റ് ബംഗാളിലാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടേക്കാണ് ഈ ഹുജി എത്തുന്നത്. ഇത് നമ്മൾ തുടക്കത്തിലേ ഈ വാർത്ത പറയുകയാണ്. ഇതിന്റെ ഒരു വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ അങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ സത്യം പറഞ്ഞാൽ നമുക്ക് ചർച്ച ചെയ്യാനൊന്നും കാണില്ല എന്നുള്ളതാണ്. നമ്മൾ കാരണം നേരത്തെ പറഞ്ഞു എന്നുള്ള ഒരു രീതിയിൽ. അപ്പൊ എങ്ങനെയാണ് ഈ ഹുജിയുടെ പ്രവർത്തനം, വെസ്റ്റ് ബംഗാളിൽ എന്ത് സ്വാധീനം ചെലുത്താൻ ഇവർക്ക് സാധിക്കും, നമ്മുടെ കേന്ദ്ര സർക്കാരിന് ഇതിനെ എങ്ങനെ തടയാനായിട്ട് സാധിക്കും, ലഡാക്കുമായിട്ട് നമുക്ക് ഇതിനെ ബന്ധിപ്പിക്കേണ്ട ആവശ്യമുണ്ടോ? നമ്മുടെ ഈ സിനിമാ അവാർഡുകൾ വരുമ്പോൾ പലരും ചോദിക്കും അവർക്കെന്തേ ഇവർക്കെന്തേ കിട്ടാഞ്ഞത്, അല്ലെങ്കിൽ ആ സംവിധായകൻ എന്താ കിട്ടാഞ്ഞെന്ന് വെച്ചാൽ അവരൊക്കെ കിട്ടാൻ യാതൊരു യോഗ്യതയും ഈ രാജ്യത്തിനെ സംബന്ധിച്ച് ഉള്ളവരല്ല. പിന്നെ കുറച്ചു നാൾക്ക് മുമ്പ് മൗദൂദി ചാനലുകാരുടെ ഒരു ചർച്ച ഉണ്ടായിരുന്നു, ഖാൻമാരെ തഴയുന്നു ബോളിവുഡ് തകർത്തു എന്ന്. സംഭവം സത്യമാണ്. എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയുടെ കുറച്ച് എക്കണോമിയും
മറ്റ് കാര്യങ്ങൾ നിയന്ത്രിച്ചുകൊണ്ടിരുന്നത് ബോളിവുഡായിരുന്നു. അപ്പോ ഈ ഖാൻമാരുടെ നേതൃത്വത്തിലുള്ള ബോളിവുഡ് ഇവിടുന്ന് പടച്ചുവിടുന്ന ഉം. സിനിമകളായിരുന്നു ഇന്ത്യൻ പൊളിറ്റിക്സിനെ വരെ സ്വാധീനിക്കാനായിട്ട് കരുത്തുള്ളത്. അതുപോലെ സാമ്പത്തികം കൈയാടിയിരുന്നത് ഇവരൊക്കെയാണ്. ഇവരഭിനയിക്കുന്ന സിനിമയല്ലെങ്കിലും ഇവരാണ് തീരുമാനിക്കുന്നത് ഏത് നടൻ ആ സിനിമയിൽ ഉണ്ടാകണം, ഏത് കഥയായിരിക്കണം, എങ്ങനെയുള്ള സിനിമകളായിരിക്കണം എന്നുള്ളത്. അതുകൊണ്ട് ഒന്നാം മന്ത്രിസഭ കയറിയപ്പോൾ അപ്പൊ അവരാദ്യമായിട്ട് അതിന് ലക്ഷ്യം വെച്ചൊരു കാര്യം മറ്റ് മേഖലയിലുള്ള സിനിമകൾ, പ്രത്യേകിച്ച് തെലുങ്ക് സിനിമ. അപ്പോൾ ഈ ഉം. തെലുങ്ക് സിനിമകളെ പോലുള്ള സിനിമകളെ സാൻഡൽവുഡ് അപ്പോൾ അവരെ ഈ ഉയർത്തിക്കൊണ്ട് വരിക. കാരണം ഒരു ഭാഗത്ത് മാത്രമാണല്ലോ ഇതെല്ലാം ഒതുങ്ങി നിൽക്കുമ്പോഴാണല്ലോ ഈ പ്രശ്നം വരുന്നത്. ഉയർത്തിക്കൊണ്ട് വരിക അത് ഉം. ഉം. ഒരു വലിയ പരിധി വരെ വിജയിച്ചു. അതിനൊപ്പം തന്നെ നിൽക്കാൻ ഈ രാജമൗലിയെ പോലെയുള്ള സംവിധായകർ കൂടി രംഗത്തെത്തിയോടുകൂടി അവർക്ക് ഉം. ഈ ഉം. ഉം. ഒരു പാൻ ഇന്ത്യൻ സിനിമ മോഡിലേക്ക് ആ ഒരു ഇൻഡസ്ട്രിയിലെ എത്തിക്കാൻ കഴിഞ്ഞു. ഇപ്പൊ നമുക്കറിയാം ബാഹുബലി പോലെയുള്ള ചിത്രങ്ങൾ, അങ്ങനെയുള്ള ഉം. 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 ചിത്രങ്ങളിലൂടെ ഉം. ഈ ഖാൻമാരുടെ ഈ സിംഹാസനത്തിന് ഇളക്കം തട്ടി തുടങ്ങി. കാരണം ഈ ഉം. ഖാൻമാർക്ക് അപ്പുറത്തേക്ക് ദക്ഷിണേന്ത്യയിൽ നിന്നും ഈ പറയുന്നതിൽ പ്രഭാസ് എന്ന് പറയുന്ന ഒരു നടൻ, പിന്നെ അതിനുശേഷം അവിടെ നിന്ന് വന്ന അല്ലു അർജുൻ എന്ന് പറയുന്ന ഒരു നടൻ, ബീഹാറിലൊക്കെ അദ്ദേഹത്തിന് വലിയ സ്വീകാര്യതയിലേക്ക് എത്താൻ കഴിഞ്ഞു. അദ്ദേഹത്തിന്റെ പുഷ്പ എന്ന് പറയുന്ന സിനിമ അതിന്റെ ഒരു ഇതുമായി ബന്ധപ്പെട്ട്, പരസ്യവുമായി ബന്ധപ്പെട്ടിട്ട് അദ്ദേഹം ബീഹാറിൽ ചെന്നപ്പോൾ വലിയ തിക്കും തിരക്കുമായി. അങ്ങനെ ഈ ദക്ഷിണേന്ത്യയിലുള്ള നടന്മാരെ വലിയ രീതിയിൽ അതൊരു പാൻ ഇന്ത്യൻ ആക്കി എത്തിക്കാനായിട്ട് കേന്ദ്ര സർക്കാരിന് കഴിഞ്ഞു എന്നുള്ളിടത്ത് തന്നെയാണ് ബോളിവുഡിന്റെ തകർച്ച. അതായത് സ്വാഭാവികമായി തകർച്ചയുടെ വക്കിൽ നിൽക്കുകയായിരുന്നു, അവർക്ക് ഒരു തള്ളൂടെ കൊടുത്തു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഇന്ന് ബോളിവുഡ് ഒരു ശക്തമല്ല. ഇന്ന് എന്തെങ്കിലും നമുക്ക് വലിയ പരിപാടി നടക്കുമ്പോൾ അവിടെ ഏതെങ്കിലും ഒരു ഖാനെ വിളിക്കും. മിക്കവാറും ഒക്കെ ഷാരൂഖ് ഖാൻ ആയിരിക്കും വരുന്നത്. കേന്ദ്ര സർക്കാരിന്റെ ഒക്കെ പദ്ധതി നടക്കുമ്പോൾ ഷാരൂഖ് ഖാൻ ഒരു സൈഡിൽ ഇരുത്തും. ഈ ഷാരൂഖ് ഖാനെ കിട്ടില്ലെങ്കിൽ അമീർ ഖാൻ വരാറില്ല. ഇപ്പൊ പുള്ളിക്ക് വരണം എന്ന് ആഗ്രഹമുണ്ട്. കാരണം 2 പ്രാവശ്യം നാട് വിടുമെന്ന് പറഞ്ഞ ആളാ ഉം. മോദി കയറി കഴിഞ്ഞാൽ. ഇനി എങ്ങനെയാണ്, അതെ. പക്ഷെ നാണമില്ലാത്തതുകൊണ്ട് പിന്നെയും വരും. പിന്നുള്ളത് ഒന്ന് പിന്നെ ഈ സൽമാൻ ഖാനാണ്. പുള്ളി ഒതുങ്ങി കഴിഞ്ഞിരിക്കുന്നു. പുള്ളി ഇപ്പൊ സദാസമയവും ഭയന്നാണ് കഴിയുന്നത്. പണ്ട് കൃഷ്ണമൃഗത്തെ വേട്ടയാടിയതിന്റെ ഒരു ഇത് അതെ, അതെ, വിഷ്ണു അതെ, അതെ. റോയും സംഘം ഇപ്പോൾ വെല്ലുവിളിച്ചത്. അങ്ങനെ ആ ഒരു ഉം. സംഘം. അപ്പൊ നമ്മുടെ സിനിമാ മേഖല വലിയ രീതിയിൽ തന്നെ സ്വാധീനം. കേരളത്തില് ഉം. ഉം. ഇതിന് ചില മൗലികവാദ സംഘടനകൾ വലിയ രീതിയിൽ ഫണ്ട് ചെയ്തുകൊണ്ടാണ് മലയാളത്തിലെ ഒട്ടുമിക്ക സിനിമകളും. അവരുടെ പിടിയിലാണ് ഈ ഉം. സിനിമ. ഉം. ഇപ്പോൾ പതുക്കെ പതുക്കെ അവർക്ക് ഓരോരുത്തർക്കും പിടുത്തം വന്ന് തുടങ്ങിയപ്പോഴാണ് അവരത്, കാരണം അവരെ കൊണ്ട് കൂട്ടിയ കൂടുന്നതല്ല ഇന്ത്യയുടെ രാഷ്ട്രീയം ഇന്ന്. അതായത് അതെ. ബോളിവുഡില് ഈ ഖാൻമാരും ബോളിവുഡും വിചാരിച്ചപ്പോൾ മാറി മറിഞ്ഞ അനവധി സിനിമകളുണ്ട്. നമുക്കറിയാം പണ്ട് ഇപ്പൊ തുടങ്ങിയതല്ലത്. അമിതാഭ് ബച്ചന്റെ കാലത്ത് ഷോലയൊക്കെ ശോഭിക്കുന്ന യുവത്വത്തിന്റെ സിനിമകളായിരുന്നു. അതൊക്കെ ഒരുപാട് യുവാക്കൾക്ക് പ്രചോദനം നൽകിയിട്ടുണ്ട്. അതുപോലെ നക്സൽ ഉം. ഉം. ബേസ്ഡ് ഉം. സിനിമകൾ നക്സൽ മേഖലയിലേക്ക് യുവാക്കളെ എത്തിക്കാൻ വലിയ പ്രചോദനം നൽകിയിട്ടുണ്ട്. ധനുഷിന് ഓർമ്മയാണ് മുമ്പൊക്കെ ഈ ഹിപ്പി എന്ന് പറഞ്ഞ മുടി വളർത്തുന്നു. ഇപ്പോഴും കുട്ടികൾ മുടി വളർത്താറുണ്ട് ആൺകുട്ടി. പണ്ട് ഈ ഉം. ഹിപ്പി മോഡൽ ഉണ്ടായിരുന്നു. അന്ന് ഈ ഹിപ്പിയൊക്കെ വളർത്തുന്നവരൊക്കെ നക്സൽ ആണ് എന്നൊരു ചിന്താഗതി പോലും നമ്മുടെ നാട്ടിൽ ഉണ്ടായിരുന്ന ഒരു ഇത്. ഇതിനൊക്കെ പ്രചോദനമായത് സിനിമകൾ തന്നെയാണ്. സിനിമകൾ വലിയ രീതിയിൽ തന്നെ സ്വാധീനിക്കുന്നു. ഇന്ന് അത്തരം സിനിമകൾ നിർമ്മിച്ചു കഴിഞ്ഞാൽ വലിയ ഓട്ടം കിട്ടാറില്ല. പ്രത്യേകിച്ച് മലയാള സിനിമകളൊക്കെയാണ് കേരളം വിട്ടൊരു ഓട്ടവുമില്ല. ആകെ ഉള്ളത് ഓട്ടം OTT-യിലേക്ക് ഒരു ഓട്ടമാണ്. ഇപ്പൊ അവന്മാരും എടുക്കാറില്ല. അപ്പൊ അതിന് വലിയ ഉം. പ്രാധാന്യം കിട്ടാതെ വന്ന സാഹചര്യം. ഇനി ഇങ്ങനെയുള്ള സിനിമകളാണ് ഇതുപോലുള്ള NGO-കളെയും ഇതുപോലുള്ള ഡീപ് സ്റ്റേറ്റിന്റെയും ഒരു ഭാഗം. മാധ്യമപ്രവർത്തകരും, സിനിമകള്, സാംസ്കാരിക രംഗം, കലാരംഗം, അങ്ങനെ വിവിധ മേഖലയിൽ ഡീപ് സ്റ്റേറ്റ് വർക്ക് ചെയ്യുന്നുണ്ട്. ആ ഒരു ഡീപ് സ്റ്റേറ്റ് ഉം. പൊളിഞ്ഞ് അടുങ്ങുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അതിനുശേഷം പിന്നീട് നമ്മൾ കണ്ട ഒരു കാര്യം, അതിന്റെ ഒരു വലിയ ഉദാഹരണമാണ് ഈ ലൂസിഫർ സിനിമ ഇറങ്ങിയപ്പോൾ പറഞ്ഞിരുന്നത് ഇത് ഇന്ത്യ മുഴുവൻ ഒരു തരംഗമാകുമെന്ന് പറഞ്ഞിട്ട് പിറ്റേ ദിവസം ബാംഗ്ലൂർ, നമ്മുടെ തൊട്ടടുത്ത് കിടക്കുന്ന സംസ്ഥാനമായ കർണാടകത്തെ പോലും ഒരാളും ഇല്ലായിരുന്നു സിനിമ കാണാൻ എന്നുള്ള വാർത്ത. നമ്മൾ ആ വാർത്ത അതിന്റെ കണക്ക് സഹിതം, ഈ ടിക്കറ്റ് ബുക്കിങ്ങിന്റെ കണക്ക് സഹിതം വാർത്ത അതെ, അതെ, അതെ. ചെയ്തിട്ടുള്ളതാണ്. അപ്പം അതാണ് അവസ്ഥ. കേരളത്തിൽ പിന്നെ ഇത്ര ദിവസം പറഞ്ഞിട്ടാണ് ഈ സിനിമ കൊടുക്കുന്നത്. 100 ദിവസം ഓടിക്കണമെന്ന് തിയേറ്ററുകാരോട് പറഞ്ഞ് ഗ്യാരണ്ടി വെച്ചിട്ടാണ് ഈ സിനിമ ഉം. കൊടുക്കുന്നത്. അപ്പൊ പിന്നെ അവനത് ഓടിക്കായിരിക്കും, നിർവാഹമില്ല. ഇതൊക്കെയാണ് അതിന്റെ അവസ്ഥ. പിന്നെ കിട്ടിയ കോടികളുടെ തള്ളൊന്നും ഇപ്പൊ കേൾക്കുന്നില്ല. അതെന്തായോ എന്തോ, നമുക്കത് നമ്മുടെ വിഷയമല്ല. അപ്പൊ ഇത് ആയിരുന്നു ഇപ്പോഴത്തെ ഈ പറയുന്ന ലഡാക്കിലെ സമരനായകനായ സോനത്തിന്റെ വലിയ ഒരു ഒരു ഇൻസ്പിറേഷൻ സിനിമയായിരുന്നു. ഈളെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുമ്പോൾ ഈള് വിദേശ ഫണ്ട് സ്വീകരിച്ചിട്ടുണ്ട്. ഇപ്പോഴല്ല CBI ഇയാൾക്കെതിരെ കേസെടുത്തത്. 2 മാസം മുമ്പ് ഉം. ഇയാളെ ചോദ്യം ചെയ്യാൻ ഹാജരാകണം എന്ന് പറഞ്ഞപ്പോൾ ഇദ്ദേഹം ഹാജരായിരുന്നില്ല. ഇദ്ദേഹം അത് നീട്ടിക്കൊണ്ട് പോവുകയായിരുന്നു. ഇദ്ദേഹത്തിന് ഇൻസ്റ്റിറ്റ്യൂഷനുകൾക്കെതിരെ നേരത്തെ മുതൽ തന്നെ അന്വേഷണം തുടങ്ങിയിട്ടുള്ളതാണ്. പലവട്ടം നോട്ടീസ് നൽകിയിട്ടുള്ള ഒരു വ്യക്തിയാണ് സോനു എന്ന് പറയുന്ന ഈ വ്യക്തി. വാങ്ചുക്. സോനു വാങ്ചുക് എന്ന് പറയുന്ന ഈ വ്യക്തി. ഇദ്ദേഹം പറഞ്ഞു ഞാൻ ഫോറിൻ ഫണ്ട് സ്വീകരിച്ചിട്ടില്ലെന്ന്. ഇന്ന് NDTV-ക്ക് എന്നുള്ള അഭിമുഖത്തിൽ അദ്ദേഹം പറയുന്നു
എനിക്ക് ഏഷ്യയിൽ ഉള്ള ഒരു സംഘടന തന്നിട്ടുണ്ട്. അത് എന്റെ പ്രവർത്തനം കണ്ടിട്ടാണ്. പിന്നെ ഐക്യരാഷ്ട്രസഭ പറഞ്ഞു നിങ്ങൾക്ക് പിന്നെ ഞങ്ങൾക്ക് ഏഷ്യയിൽ എവിടെയെങ്കിലുമൊക്കെ നിങ്ങൾ ഇനി പ്രവർത്തിക്കണമെന്ന് പറഞ്ഞു. പിന്നെ മറ്റു ചില NGO-കൾ പൈസ കൊടുത്തിട്ടുണ്ട്. അത് എന്തിനാണെന്ന് പുള്ളി പറയുന്നില്ല. എന്റെ സാമൂഹ്യ പ്രവർത്തനത്തിനാണെന്ന് പറയുന്നത്. പക്ഷെ അതിനല്ല, ഇന്ത്യയുടെ ജനാധിപത്യവും ഭരണഘടനയും പഠിച്ചിട്ട് അതിന്റെ എങ്ങനെയാണ് അതിനകത്ത് ലൂപ്പ് ഹോൾ ഉണ്ടാക്കേണ്ടത് എന്നതിനെ കുറിച്ച് പഠിക്കാനാണ് കൊടുത്തത്. അതിന്റെ കേസ് വരുന്നതേ ഉള്ളൂ, അത് വരും. അപ്പൊ ഇത് അവിടെ അതിനുള്ള ഒരുക്കങ്ങൾ ഒക്കെ നടത്തിയിരുന്നു. ഇന്നലെ പിന്നെ അദ്ദേഹം ഒരു മുന്നറിയിപ്പോടെ നൽകിയിട്ടുണ്ട്, എന്നെ തൊട്ടാൽ കളി മാറും, ഇവിടെ കത്തും പിടിക്കും എന്നൊക്കെയാണ് പറയുന്നത്. ഇതിനേക്കാൾ വലിയ വില്ലന്മാര് പറഞ്ഞിട്ടുണ്ട്. അവരൊക്കെ ഇന്നിപ്പോ എവിടെ കിടക്കുന്നെന്ന് നമുക്ക് അറിയാവുന്നതുമാണ്. അതൊക്കെ പോട്ടെ, അദ്ദേഹത്തിന് അങ്ങനെ പറയേണ്ട അവകാശമുണ്ട്. ഇതേ സമയത്ത് തന്നെ ഇതിനു മുൻപേ തന്നെ ഒരു വലിയ കലാപത്തിന് നമ്മുടെ രാജ്യത്ത് ഒരുക്കം നടന്നിരുന്നു. അത് വെസ്റ്റ് ബംഗാളിലും ആസാമിലുമാണ്. കാരണം അവിടെ ഈ NRC നടപ്പാക്കുന്നതിന്റെ ഭാഗമായിട്ട് ആദ്യം വോട്ടർ പട്ടികയിൽ നിന്ന് SRI നടപ്പാക്കിക്കൊണ്ട് വോട്ടർ പട്ടികയിൽ നിന്ന് അനധികൃതമായ റോഹിംഗ്യകളെയും ബംഗ്ലാദേശികളെയും ഒഴിവാക്കുന്ന ഒരു പ്രക്രിയ ആസാമിലൊക്കെ ആരംഭിച്ചു കഴിഞ്ഞപ്പോൾ ആസാമിൽ ഇതിനൊരു വലിയ ഒരുക്കം കൂട്ടി. അപ്പോഴാണ് അവിടുത്തെ മുഖ്യമന്ത്രി ശ്രീ ഹിമന്ത് ബിശ്വ ശർമ്മ പറഞ്ഞു, പിന്നെ ഇവിടെ പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ നെഞ്ച് ഞാൻ അരിപ്പയാക്കി കളയുമെന്ന് പറഞ്ഞു. അപ്പൊ അവിടെ നിന്ന് ഒതുങ്ങി നിൽക്കുകയാണ്. പക്ഷെ ആ ഒതുക്കമല്ലത്, അത് വെറും ഒരു ഒതുക്കം മാത്രമാണ്. അവിടെ ലക്ഷക്കണക്കിന് പേരുണ്ട്. വടക്കിഴക്കൻ സംസ്ഥാനങ്ങളൊക്കെ ഈ കുടിയേറിയവന്മാരുണ്ട് ഒരുപാട്. ഏറ്റവും കൂടുതലുള്ള ബംഗ്ലാദേശിലാണ്, വെസ്റ്റ് ബംഗാളിലാണ്. അതിനു മുൻപ് മമതാ ബാനർജി ഒരു വെടിപൊട്ടിച്ചു ഇതിനെ നാക്കം കൂട്ടാൻ വേണ്ടി. ഈ ബംഗാളി ഭാഷ സംസാരിക്കുന്നവരെയൊക്കെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് അറസ്റ്റ് ചെയ്യുന്നു, അവരെ തള്ളുന്നു. ബംഗാളി ഭാഷ സംസാരിക്കുന്നവരെ അല്ല, സംശയം തോന്നുന്ന ബംഗ്ലാദേശികളാണോ സംശയം തോന്നുന്നവരാണ് അറസ്റ്റ് ചെയ്യുന്നത്. അവര് ബംഗ്ലാദേശികൾ എന്താ ചെയ്യുന്നത്? അവർ വെസ്റ്റ് ബംഗാളിൽ കടന്നു വരികയും അത്യാവശ്യം ഭാഷ പഠിക്കുകയും അതിനുശേഷം അവർ പോവുകയും ചെയ്യും. ഇപ്പൊ ഞാൻ അമേരിക്കയിൽ പോയാൽ ഇംഗ്ലീഷല്ലേ സംസാരിക്കൂ എന്ന് കരുതിയിട്ട് ഞാൻ ഇംഗ്ലീഷ് ഭാഷ സംസാരിക്കുന്നു പറഞ്ഞായിരിക്കില്ലല്ലോ അവരെന്നെ പുറത്താക്കുന്നത്. അനധികൃതമായി കയറിയ ഇന്ത്യൻസ് എന്ന് പറഞ്ഞിട്ടല്ലേ അവർ ഇതാക്കുന്നത്. ഇത് തന്നെയാണ് സെയിം മെത്തേഡ്. പക്ഷെ വൈകാരികമായി അവിടുത്തെ ജനത്തിനെ ഒന്നിപ്പിക്കാൻ ബംഗാളി ഭാഷ ഉപയോഗിച്ചു. പക്ഷെ അതിന് വലിയ ക്ലച്ച് പിടിക്കാനായില്ല. ഇതിന്റെ ഭാഗമായി തന്നെ വലിയ മുന്നൊരുക്കം. കാരണം SRI അവിടെ നടപ്പാക്കില്ല. അതായത് വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് ഇവരെ പുറത്തായി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പണി കിട്ടുക ഇടതുപക്ഷ പാർട്ടികൾ, കോൺഗ്രസ് പാർട്ടി, തൃണമൂൽ കോൺഗ്രസ്. കാരണം BJPക്ക് ഇത് വോട്ട് ബാങ്കേ അല്ല. ഈ ബംഗ്ലാദേശിൽ നിന്ന് കുടിയേറി ഇത് നഷ്ടപ്പെടും, ഭരണം എന്നേക്കുമായി പോകുമെന്ന തിരിച്ചറിവിൽ ബംഗാളിൽ അതിന് വലിയ മുന്നൊരുക്കം നടത്തുന്നുണ്ട്. ഇതിനകത്ത് മമതാ ബാനർജി ഒറ്റയ്ക്കല്ല, ഇന്ത്യയിലെ സകലമാന രാഷ്ട്രീയ പാർട്ടികളുണ്ട്, ഇതിന് മതമൗലികവാദ സംഘടനകളുണ്ട്. എല്ലാവരും വലിയ പിന്തുണയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ അത് എപ്പോൾ സ്റ്റാർട്ട് ചെയ്യുമെന്നുള്ളതാണ്. ഇവിടെയാണ് പാകിസ്ഥാൻ വേറൊരു യുദ്ധമുഖം നമ്മളുടെ അതിർത്തിയിൽ, അതായത് വടക്ക് കിഴക്കൻ അതിർത്തിയിൽ, വെസ്റ്റ് ബംഗാളിന്റെ അതിർത്തിയിൽ തുറക്കുന്നത്. അവിടെയാണ് ഈ ഹുജി എന്ന് പറയുന്ന ഈ ഭീകര സംഘടന വീണ്ടും പുനരുജ്ജീവിപ്പിച്ചിരിക്കുന്നത്. ഹുജി ശരിക്കും പറഞ്ഞാൽ ISIS-ന്റെ തലയിൽ ഉദിച്ച ഒരു ആശയത്തിൽ ഉയർത്തെഴുന്നേറ്റ ഒരു ഭീകര സംഘടനയാണ്. ഇവര് ഇന്ത്യയുടെ ബോർഡറുകളിൽ ഭീകര ക്യാമ്പുകൾ തുറന്നു എന്നാണ് ഇന്റലിജൻസിന് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന വിവരം. ഇവരുടെ ലക്ഷ്യം, ധനുഷ് ആദ്യമേ തന്നെ പറഞ്ഞു, ഇവരുടെ ലക്ഷ്യം യൂണിയൻ ടെറിട്ടറികളിൽ കേന്ദ്രീകരിച്ച്, അതായത് കേന്ദ്ര ഭരണ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് കുഴപ്പങ്ങൾ ഉണ്ടാക്കുക, പ്രശ്നങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണ്. ലഡാക്ക് എന്ന് പറയുന്ന കേന്ദ്രഭരണ പ്രദേശമാണ്. അവിടുത്തെ പ്രശ്നങ്ങൾക്കും ഈ സംഘടനയുടെ ഒരു സഹായം എത്തിയിട്ടുണ്ടോ എന്നുള്ള കാര്യവും ഇപ്പോൾ അന്വേഷണ പരിധിയിൽ എത്തി നിൽക്കുന്ന കാര്യമാണ്. ഇനി രണ്ടാമത്തെ ഒരു കാര്യം, ഈ ഒരു ഇലക്ഷന്റെ പ്രക്രിയ ഇപ്പൊ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് കേരളമടക്കമുള്ള സംസ്ഥാനങ്ങളിൽ ഇതിന്റെ പ്രക്രിയ തുടങ്ങിക്കൊള്ളാനായിട്ട്. അത് തുടങ്ങുകയാണെങ്കിൽ വെസ്റ്റ് ബംഗാൾ അവർ കലാപത്തിന് സ്റ്റാർട്ട് ചെയ്യും. അതിനു മുമ്പ് ഒരു ടെസ്റ്റ് ഡോസ് നടത്തിയതാണ്. അത് വളരെ ചെറിയ ഒരു സ്ഥലത്ത് എങ്ങനെയാണ് കുറച്ചുപേർ സംഘടിച്ചാൽ എന്ത് സംഭവിക്കും എന്നുള്ളതാണ്. അത് പെട്ടെന്നൊരു കലാപമാക്കി വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്നുള്ളതാണ്. ലഡാക്കിൽ അതിനെ അടിച്ചൊതുക്കാൻ കഴിഞ്ഞു. പക്ഷെ ഇതിനേക്കാൾ കുറച്ചുകൂടി രൂക്ഷമായിരിക്കും വെസ്റ്റ് ബംഗാൾ. ലഡാക്കിലെ പോലെയല്ല വെസ്റ്റ് ബംഗാളിലെ ഭൂമിശാസ്ത്രപരമായ വ്യത്യാസം. കാരണം ലഡാക്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി അവിടെ CRPF-ഉം സേനയും ഒക്കെ ഉള്ളതാണ്. ഇവിടെയും ഓൾറെഡി ഉണ്ട്, വെസ്റ്റ് ബംഗാളിലും അത് ഉണ്ടെങ്കിൽ പോലും വെസ്റ്റ് ബംഗാളിൽ ഇവർ വൈഡായിട്ടാണ് കിടക്കുന്നത്. അതായത് ഒരു 6 ജില്ലകളിൽ ഇവർക്ക് ഒരു അപ്രമാദിത്വമുണ്ട്. ഈ കടന്നു വന്ന ബംഗ്ലാദേശിൽ നിന്ന് കടന്നു വന്ന മുസ്ലിംസും റോഹിംഗ്യ മുസ്ലിംസും അടക്കമുള്ളവർക്ക് അവർക്കതിന് ഒരു വലിയ രീതിയിൽ തന്നെ തീ കൊളുത്താൻ അവർക്ക് കഴിയും. നമ്മൾ കണ്ടതാ ബീഹാറിൽ നിന്ന് ഇപ്പൊ എത്ര എണ്ണ പുറത്തു പോയത്. അപ്പൊ എത്ര ലക്ഷം അവിടെ ഉണ്ട്, ബീഹാറിലുണ്ടെന്നും കൂടെ നമ്മൾ ആലോചിക്കണം. അപ്പൊ ഇങ്ങനെ ഒരു സംഭവം, അതിൽ ഒഡീഷയെ കൂടി ഇവർ കൂട്ടുപിടിച്ചിട്ടുണ്ട്. ഒഡീഷ, വെസ്റ്റ് ബംഗാൾ ഈ ഒരു മേഖലയിലേക്ക് കത്തിക്കയറുക എന്നുള്ളത്. അപ്പൊ അതിന്റെ മുന്നൊരുക്കങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ് വിവിധ ഏജൻസികൾ നൽകുന്ന സൂചന. വിവിധ വാർത്തകളും അങ്ങനെ തന്നെയാണ് വരുന്നത്. കാരണം ബംഗ്ലാദേശിന്റെ ബോർഡറിൽ ആ ഭീകരന്മാര്, ഒപ്പം തന്നെ ഈ അകത്ത് ഉള്ള ഈ ഒരു കലാപം, ജൻസി കലാപം വന്നത് നമ്മളിപ്പോ കണ്ടു. കഴിഞ്ഞ ദിവസം ഈ ലഡാക്കിൽ കലാപം നടന്നതിൽ അറസ്റ്റ് ചെയ്ത 2 പൗരന്മാർ വിദേശ പൗരന്മാരാ, നേപ്പാൾ പൗരന്മാരാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇനി തോക്ക് കണ്ടെത്തിയോ ഇല്ല എന്നുള്ളതാണ് അറിയേണ്ടത്. ഇന്നലെ ധനുഷ് പറഞ്ഞൊരു വലിയ പോയിന്റ് ഉണ്ട്. നമ്മളിപ്പോൾ ഈ റബ്ബർ ബുള്ളറ്റിൻ പോലും ഉപയോഗിക്കുന്നില്ല. അപ്പൊ ഇതിനകത്ത് എവിടെയാണ് വെടിവെപ്പ് നടന്നത്, എങ്ങനെയാണ് എന്നുള്ള കാര്യം കൂടി ഇപ്പൊ അന്വേഷണ പരിധിയിൽ വന്നിട്ടുണ്ട്. അതിൽ 2 നേപ്പാളികളെ കൂടി പിടികിട്ടുണ്ട്. 4 പേരെയാണ് പിടികൂട്ട്, 2 പേരെ വിട്ടയച്ചിട്ടുണ്ട്, 2 പേരെ പിടിച്ചിട്ടുണ്ട്. ഒരു 4 പേരെ കൂടെ കിട്ടാനുണ്ട് എന്നാണ് ഇന്നലെ ആ വാർത്ത സമാപിക്കുന്നത്. അപ്പൊ ഇതേപോലെ തന്നെ
ബംഗ്ലാദേശികളെയും ബംഗാളികളെയും കൂടെ പെട്ടെന്ന്, പ്രത്യേകിച്ച് ഈ വടക്കിഴക്ക് സംസ്ഥാനങ്ങളിൽ നുഴഞ്ഞു കയറിയിരിക്കുന്ന ഈ ബംഗ്ലാദേശികളും അവിടുത്തെ ആളുകളെ പെട്ടെന്ന് തിരിച്ചറിയാൻ ഈ പുറത്തുനിന്ന് വരുന്ന സൈന്യത്തിന് അല്പം ബുദ്ധിമുട്ടുണ്ടാകും. കാരണം അവിടെ ഉള്ളവർക്ക് ഇവരെ തിരിച്ചറിയാൻ പറ്റും, പക്ഷെ പുറത്തുനിന്ന് വരുന്നവർക്ക് ഒരു ബുദ്ധിമുട്ട്. ഇപ്പൊ നമ്മുടെ നാട്ടിൽ ബംഗ്ലാദേശികൾ ഏതാണ്, UP-ക്കാർ ഏതാണ്, ബീഹാർ ഏതാണെന്ന് നമുക്കറിയില്ല. ഇവിടെ നമുക്ക് എല്ലാവരും ഭായിമാർ മാത്രമാണ്. അപ്പോൾ അതെ. അങ്ങനെയൊക്കെയുള്ള ചില ബുദ്ധിമുട്ട്, ഇതൊക്കെ ഈ പരിമിതികളൊക്കെ വെച്ചിട്ടായിരിക്കും മുൻപോട്ടൊരു ആക്ഷനിലേക്ക് അവർ നീങ്ങുന്നത്. അത് വലിയ രീതിയിൽ ഒരു വലിയ വിഷയമാക്കി. അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് കോൺഗ്രസ് പറയുന്നത് 6 മാസത്തിനുള്ളിൽ മോദി താഴെ പോകും, ഇല്ലെങ്കിൽ ഭരണം താഴെ പോകും. ഇതിനോടൊപ്പം തന്നെ ഇപ്പോൾ എല്ലാവരും ഇന്ത്യക്കെതിരെ തിരിയുന്ന ഒരു സാഹചര്യമാണ്. അമേരിക്ക, അവരുടെ സഖ്യകക്ഷികളും എല്ലാം കൂടെ ഒരു വലിയ പ്രഷറിലേക്ക് നിൽക്കുന്നു. മറ്റൊരു സൈഡിൽ പാകിസ്ഥാൻ ഒരു തക്കം പാർത്തിരിക്കുന്നു നല്ലൊരു സാഹചര്യത്തിന് വേണ്ടി. ഈ ഒരു സാഹചര്യത്തിലാണ് ബംഗ്ലാദേശിന് ഒരു മുന്നൊരുക്കം നടത്തുന്നു. ഇന്ത്യയിലുള്ള ഈ ഗ്രൂപ്പുകൾ, കാരണം ഇപ്പോഴും അവർ ഒതുങ്ങിയിട്ടില്ല. അവരിപ്പോഴും പറയുന്നത് ഇന്ത്യയിൽ ഇനിയും യൂത്തിന്റെ നമ്മുടെ യൂട്യൂബർമാരൊക്കെ, കേരളത്തിലുള്ള യൂട്യൂബർമാർ പറയുന്നില്ല, ഇന്ത്യയിൽ ഇനിയും ഇതുപോലുള്ള കലാപങ്ങൾ വരുമെന്ന് അവർ പരസ്യമായിട്ട് തന്നെ പറയുന്നു. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇതൊരു ടൂൾ കിറ്റാണ്. എല്ലായിടത്തും അവർ കരുതിയിരിക്കുന്നു ഇങ്ങനെയൊന്ന് വരും എന്നുള്ളത്. അതുകൂടെ കഴിയുമ്പോൾ എനിക്ക് തോന്നുന്നത് ഇന്ത്യ കുറച്ചുകൂടെ ക്ലിയർ ആകും, ഒന്ന് ശുദ്ധിയാക്കപ്പെടും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇതിനുള്ളൊരു സാഹചര്യം ഉരുത്തിരിഞ്ഞ് വരുന്നുണ്ട്. അപ്പോൾ ഇന്ത്യയുടെ ഒരു മുന്നൊരുക്കം വലിയ രീതിയിൽ നമ്മുടെ രാജ്യം നടത്തുന്നുണ്ട്. അത് സൈനികപരമായ ഒരു മുന്നൊരുക്കം നടത്തുന്നുണ്ട്. അത് ഇതിങ്ങനെ മൂർച്ഛിക്കുന്നതോടൊപ്പം തന്നെ യുദ്ധമുണ്ടാകാനുള്ള സാധ്യതകൾ നമ്മൾ മുന്നിൽ കാണുന്നുണ്ട്. ആ യുദ്ധത്തിന്റെ സമയത്ത് തന്നെയായിരിക്കും ഇവിടെ ഇത്തരത്തിലുള്ള ഒരു കലാപശ്രമം ഇവർ നടത്താൻ പോകുന്നത്. അതൊരു പക്ഷേ ഇന്ത്യൻ പൊളിറ്റിക്സിൽ തന്നെ ചില രാഷ്ട്രീയ പാർട്ടികളുടെ അവസാന ശവപ്പട്ടയിലെ ആണിയടിക്കലായി കൂടി ചിലപ്പോൾ മാറാൻ സാധ്യതയുണ്ട്. ഏതായാലും രാജ്യം കരുതലോടെ തന്നെയാണ് ഇരിക്കുന്നത്. ഇതിപ്പോൾ നമ്മളിപ്പോൾ വളരെ നേരത്തെ ഈ വാർത്ത എടുത്ത്, ഇത് ഇപ്പോൾ എടുത്തതല്ല, ഇതിനു മുമ്പും നമ്മൾ ഒരു 1-1.5 മാസം മുമ്പ് സെയിം സബ്ജക്റ്റിൽ നമ്മൾ എടുത്തിരുന്നു. ഇപ്പോൾ വീണ്ടും പറയാണ്. കാരണം ഇനിയൊരു കലാപം ഉണ്ടാകുമ്പോഴേക്കും പ്രേക്ഷകരുടെ മനസ്സിൽ ഇനി അങ്ങനെ ഒന്ന് സംഭവിച്ചാൽ പ്രേക്ഷകരുടെ മനസ്സിലേക്ക് അതിന്റെ ബേസ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്ന് ഇപ്പോഴേ അറിഞ്ഞു വെക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്ര വിശദമായിട്ടുള്ള ഈ ഇന്റലിജൻസിൽ നിന്ന് വന്ന റിപ്പോർട്ടുകൾ അടക്കം നമ്മൾ ഇപ്പോൾ അതൊരു ചർച്ചയ്ക്ക് വിധേയമാക്കിയത്.